നമസ്കാരം. റിട്ടയർമെന്റ് പ്ലാനിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചില മിത്തുകളുണ്ട്. അതായത് ആളുകളുടെ മനസ്സിലുള്ള ചില മിഥ്യാധാരണകൾ. അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒന്നാമത്തെ മിഥ്യാധാരണ എന്ന് പറയുന്നത് റിട്ടയർമെന്റ് പ്ലാനിങ്ങിന് ഇനിയും സമയമുണ്ട്, വളരെ പതുക്കെ ചെയ്താൽ മതി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ ഒരു സേവിങ്സ്, ഒരു സ്മോൾ സേവിങ്സ് പോലും നമ്മൾ നടത്തുമ്പോൾ അത് വളരെ നീണ്ട നാളുകൾക്കായി നടത്തുമ്പോഴാണ് അതിന് നല്ല രീതിയിൽ ഒരു ബെനിഫിറ്റ് എടുക്കാൻ സാധിക്കുന്നത്, അല്ലേ? അപ്പൊ അതുപോലെ തന്നെയാണ് റിട്ടയർമെന്റ് ലൈഫ്. അത് ഒരു 20-ലോ 30-ലോ 40-ലോ എങ്കിലും നമ്മൾ തുടങ്ങിയാൽ മാത്രമാണ് 60 വയസ്സാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഏജ് ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഫണ്ട് സ്വരൂപിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ വളരെ നേരത്തെ തന്നെ തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. ലേറ്റ് ആയിട്ടല്ല റിട്ടയർമെന്റ് പ്ലാനിങ് നമ്മൾ തുടങ്ങേണ്ടത്. ചില ആളുകൾ ഇപ്പോഴും 40-ഉം 50-ഉം ആയിട്ട് തുടങ്ങാതിരിക്കുന്നുണ്ട്. 60 വയസ്സിൽ റിട്ടയർഡ് ആകുമ്പോഴത്തേക്കും മതി എന്ന് വിചാരിച്ചു. 60 വയസ്സിൽ റിട്ടയർഡ് ആകുന്ന ഒരു വ്യക്തി എത്ര നാളെ അയാൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഒന്നും തന്നെ ചിലപ്പോൾ സേവ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ നമ്മൾ തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഇനി അടുത്ത ഒന്നെന്ന് പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് വേറെ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യേണ്ടത് എന്നതാണ്. സോഷ്യൽ സെക്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ വില്ലേജ് തലത്തിലൊക്കെ നമുക്ക് ചില പെൻഷൻ സ്കീമുകൾ 60 വയസ്സായവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, പിന്നെ എന്തിനു ഞാൻ വേറെ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യണം എന്നാണ് പലരും ചിന്തിക്കാറ്. അത് ഈ സോഷ്യൽ സെക്യൂരിറ്റി ഉള്ളത് നമുക്കൊരു എമർജൻസി ഫണ്ട് എന്ന രീതിയിൽ ഒരു ചെറിയ രീതിയിലുള്ള നമ്മുടെ ഗോൾസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എക്സ്പെൻസിന് വേണ്ടിയിട്ടോ ഉപയോഗപ്പെടും. പക്ഷെ അതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. ഇപ്പോൾ തന്നെ നോക്കിയാൽ നമുക്കറിയാം, ചിലത് 6 മാസമൊക്കെ ആയിട്ട് കിട്ടാതെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അത് ഏത് കാലത്താണ് കിട്ടുക എന്നൊന്നും ഒരു ഉറപ്പില്ല. അതുപോലെ തന്നെ വളരെ വളരെ ചെറിയ എമൗണ്ടാണ് അതൊക്കെ കിട്ടുന്നത്. അത് നമ്മുടെ ഒരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് അതൊട്ടും നമുക്ക് സ്യൂട്ടബിൾ ആവില്ല. അതൊന്നും പോരാതെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ റിട്ടയർമെന്റ് ലൈഫ് നമ്മൾ പ്ലാൻ ചെയ്യണം. ഏത് സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു റിട്ടയർമെന്റ് ലൈഫ് പ്ലാൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, റിട്ടയർമെന്റ് ലൈഫിലേക്ക് വലിയ ഒരു തുകയൊന്നും ആവശ്യം വരില്ല, നമ്മുടെ എക്സ്പെൻസ് വളരെ കുറവായിരിക്കും എന്നൊരു മിഥ്യാധാരണയാണ്. ഒരു പണത്തിന് ഓരോ കാലഘട്ടത്തിൽ അതിൻ്റെതായ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നുണ്ട്. നമുക്ക് പല കാര്യങ്ങളും നോക്കി അറിയാം. നമ്മളൊരു 100 രൂപയ്ക്ക് മുമ്പ് സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ഇന്ന് 100 രൂപയ്ക്ക് ഒരു ദിവസത്തെ ചെലവ് പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു റിട്ടയർമെന്റ് ലൈഫ് പ്ലാൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നല്ലൊരു ഫണ്ടിന് വേണ്ടിയിട്ട് തന്നെ അത് പ്ലാൻ ചെയ്യേണ്ടതും ആവശ്യമാണ്. കാരണം ഇനി വരുന്ന കാലഘട്ടത്തിൽ ചിലപ്പോൾ നമ്മുടെ റിട്ടയർമെന്റിന് ഇനി ഒരു 10-20-30 വർഷം ഉണ്ടായിരിക്കാം. ആ ഒരു 30 വർഷം കഴിയുമ്പോഴത്തേക്ക് അന്നത്തെ പണപ്പെരുപ്പം എന്ന് പറയുന്ന ഏത് രീതിയിലായിരിക്കും എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും സാധിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ ചെറിയ എമൗണ്ട് പോരാ നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിലേക്ക് വരുന്നത്. നമ്മുടെ എക്സ്പെൻസ് കുറവായിരിക്കില്ല. കാര്യം നമുക്ക് അത്യാവശ്യം ഫുഡും മെഡിസിനും ഒക്കെ വേണ്ടി വരുമെങ്കിലും അതിന് വേണ്ടി വരുന്ന ആ ഒരു തുക എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു തുക നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്ലാൻ ചെയ്ത് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത ഒരു മിഥ്യാധാരണ എന്ന് പറയുന്നത്, എനിക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, അത് എല്ലാത്തിനും ഉതകും, പിന്നെ ഞാൻ എന്തിനു വേറെ ഒരു റിട്ടയർമെന്റ് ലൈഫ് പ്ലാൻ ചെയ്യണം എന്ന് ഉദ്ദേശിക്കും. മെഡിക്കൽ എക്സ്പെൻസ് അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം വരുന്ന എമർജൻസി മെഡിക്കൽ എക്സ്പെൻസിന് വേണ്ടിയുള്ളതാണ്. അതൊരിക്കലും നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടിയിട്ടുള്ളത് ആവില്ല. കാരണം റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിത ചെലവുകൾ, നമ്മുടെ അത്യാവശ്യ യാത്രകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ, അതേപോലെ ഷോപ്പിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. പക്ഷെ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു എമർജൻസി മെഡിക്കൽ എക്സ്പെൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഹോസ്പിറ്റലിൽ കിടന്ന് ചികിത്സയ്ക്ക് വരുന്ന കാര്യങ്ങൾ മാത്രം. അപ്പോൾ ബാക്കി വരുന്ന ഏതൊരു കാര്യത്തിനും OP ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ സേവിങ്സിന് തന്നെ നമ്മൾ ചെലവാക്കേണ്ടി വരും. അപ്പോൾ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മളൊരു റിട്ടയർമെന്റ് ലൈഫ് തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ അടുത്തത്, ചില ആളുകൾ വിചാരിക്കുന്നത് നമ്മുടെ 60 വയസ്സിലാണ് റിട്ടയർഡ് ആവുന്നുണ്ടെങ്കിൽ 60 വയസ്സ് വരെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ, അപ്പൊ അതിനുള്ളത് ഞാൻ അപ്പോഴത്തേക്കും എനിക്ക് സേവ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ്. നമുക്കത് പറയാൻ പറ്റില്ല, അല്ലെ? ഒരു ഹെൽത്ത് ഇഷ്യൂസ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വരാം. നമ്മളിപ്പോൾ 40-ലോ 50-ലോ നിൽക്കുന്ന ഒരു വ്യക്തി 60 വയസ്സ് വരെയും കറക്റ്റായിട്ട് നമുക്ക് പണിയെടുക്കാൻ സാധിക്കണം എന്നില്ല. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് വരാം, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ വന്ന് നമുക്ക് ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരാം. അതും അല്ലെങ്കിൽ നമ്മുടെ ജോലി തന്നെ ചിലപ്പോൾ ഇല്ലാതെയായി എന്ന് വരാം. നമുക്കറിയാം, ഇപ്പൊ പല കമ്പനികളും അവർക്ക്
പല സിറ്റുവേഷനിൽ ആളുകളെ പിരിച്ചുവിടാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ജോലി തന്നെ നഷ്ടപ്പെട്ടെന്ന് വരും. അപ്പം 60 വയസ്സാവുന്ന വരെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടയർമെൻറ്റ് ലൈഫ് പ്ലാൻ ചെയ്യാതെ ഇരുന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഫണ്ട് സ്വരൂപിക്കാനായിട്ട് സാധിക്കില്ല. അത് വളരെ നേരത്തെ തന്നെ ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ വരുന്നതാണ് ചിലർ പറയും എനിക്ക് കുടുംബ സ്വത്തുണ്ട്, എനിക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടിയ സ്വത്തുണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് റിട്ടയർമെൻറ്റ് ലൈഫ് കഴിക്കാം. കുടുംബസ്വത്ത് എന്ന് പറയുന്നത് അത് കൈമാറി പോകേണ്ട ഒന്നാണ് അല്ലേ? നമ്മുടെ അടുത്ത ജനറേഷനിലേക്ക് നമ്മൾ കൊടുക്കേണ്ട ഒന്നാണ് ആ കുടുംബസ്വത്ത്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അസറ്റ് വാങ്ങി വയ്ക്കാനുള്ളതാണ്. അതെടുത്ത് നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫ് കഴിക്കുക എന്ന് പറയുന്നത് അത് ഒരിക്കലും പോസിബിൾ അല്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു റിട്ടയർമെൻറ്റ് ലൈഫ് തന്നെ പ്ലാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ റിട്ടയർമെൻറ്റ് ഫണ്ടിന് വേണ്ടി പ്ലാൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ നമ്മുടെ കുടുംബസ്വത്ത് എടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അസറ്റ് എടുത്തിട്ടോ ഒന്നുമല്ല നമ്മളത് ചെയ്യേണ്ടത്. അത് നമ്മൾ നമ്മുടെ ജനറേഷന് വേണ്ടിയിട്ട്, അടുത്ത ജനറേഷന് കൈമാറാനായിട്ട് പാരമ്പര്യമായിട്ടൊക്കെ കൈമാറി കൊടുക്കേണ്ട ഒന്നാണ്. അടുത്തത് ചില ആളുകൾ അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫിന് ഒട്ടും പ്രയോറിറ്റി കാണുന്നില്ല, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ഫണ്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിന് വേണ്ടി ഒട്ടും പ്രയോറിറ്റി കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുന്നവരാണ് അതിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ സേവ് ചെയ്യാതെ വയ്ക്കുകയും ആ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് ആകുമ്പോഴത്തേക്കും മറ്റുള്ളവരെ ആശ്രയിച്ച് വളരെ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറയുന്നത് റിലാക്സ് ചെയ്യേണ്ട ഒരു ടൈമാണ്. അത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മളുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളാണെങ്കിൽ കൂടെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നതും ആരെയും ബുദ്ധിമുട്ടിക്കാതെയും ആശ്രയിക്കാതെയും ജീവിക്കേണ്ടതാണ്. അപ്പം അതിന് വളരെയധികം പ്രയോറിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യേണ്ടതും ആവശ്യമാണ്. അടുത്തത് ചില ആളുകൾ റിട്ടയർമെൻറ്റ് ലൈഫിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ചില ആളുകൾ ചെയ്യുന്നത് ബോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ, ഷെയർ ഇക്വിറ്റി അങ്ങനെയൊക്കെ ആയിരിക്കും. കൂടുതൽ ആളുകളും ബോണ്ടുകളാണ് തിരഞ്ഞെടുക്കുക. കാരണം അതിന് വലിയ റിസ്ക് ഇല്ല എന്നുള്ളത്. പക്ഷെ അതുകൊണ്ട് തന്നെ റിസ്ക് കുറവായതുകൊണ്ട് തന്നെ ഗ്രോത്തും വളരെ കുറവായിരിക്കും. നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫിന് വേണ്ടിയിട്ട് ആ ഒരു തുക ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ഗ്രോത്തിലേക്ക് എത്തിയില്ല എന്ന് വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഷെയർ മാർക്കറ്റിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഷെയറിൽ തന്നെ അല്ലെങ്കിൽ ഇക്വിറ്റിയിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് കുറച്ച് ഹൈ റിസ്ക് ആണ്, പക്ഷേ അത് നല്ല ഹൈ ഗ്രോത്ത് ഉണ്ടാവും. നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് അത് നല്ലൊരു ഫണ്ട് സ്വരൂപിച്ച് തരാനായിട്ടും അത് സഹായിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് ടാക്സ് റിലാക്സേഷൻ ഉള്ളതാണ്. അപ്പോൾ ചില ആളുകളുടെ ചിന്തയാണ് നമ്മൾ റിട്ടയർമെൻ്റ് ആയി കഴിയുമ്പോൾ ടാക്സ് ഒക്കെ വളരെ കുറവായിരിക്കും, അപ്പോൾ എനിക്ക് അധികം ഇൻകത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ലോ ടാക്സ് ബ്രാക്കറ്റിലായിരിക്കും വരികയാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ അതുവരെ ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ അസറ്റ് ഇതെല്ലാം നോക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് കിട്ടുന്ന മറ്റ് ഇൻകം സോഴ്സുകൾ ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചേക്കാളും വലിയൊരു ടാക്സ് ബ്രാക്കറ്റിലേക്കായിരിക്കാം നമ്മുടെ ഇൻകം എത്തുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ലൊരു തുക ടാക്സ് കൊടുക്കേണ്ടതായിട്ടും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ നേരത്തെ തന്നെ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ലാസ്റ്റായിട്ട് വരുന്ന ഒരു മിഥ്യാധാരണ എന്ന് പറയുന്നത് എനിക്ക് റിട്ടയർമെൻറ്റ് ആയിക്കഴിഞ്ഞാലും ജോലി ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. റിട്ടയർമെൻറ്റ് വരെയും നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുമോ തന്നെ നമുക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ്. അപ്പോൾ റിട്ടയർമെൻറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട അല്ലെങ്കിൽ റിലാക്സ് ചെയ്യേണ്ട ആ ടൈമിൽ നമ്മൾക്ക് ഒരു ജോലി കിട്ടാനോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകാനോ സാധിച്ചെന്ന് വരില്ല. പല ആളുകളും ഇപ്പോൾ റിട്ടയർ ആയി കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ആയിട്ടും ഒക്കെ പോകുന്നുണ്ട്, പക്ഷെ അതുപോലും ചിലപ്പോൾ ചിലർക്ക് പറ്റാതെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. അപ്പം ഈ മിഥ്യാധാരണകളെല്ലാം മാറ്റി വെച്ച് വളരെ നേരത്തെ തന്നെ നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിനെല്ലാം ഒരു പോകാൻ വഴി. അപ്പോൾ കൂടുതൽ നല്ല രീതിയിൽ നല്ല ഒരു കൃത്യമായ ഒരു അഡ്വൈസോട് കൂടി തന്നെ നമ്മൾ അത്തരം പ്ലാനുകൾ നടത്തിയാൽ നമുക്ക് നല്ല ബെനിഫിറ്റോട് കൂടി തന്നെ നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫും നല്ല എൻജോയ് ചെയ്ത് ആസ്വദിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആരെയും ആശ്രയിക്കാതെ നല്ല രീതിയിൽ നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫും നമുക്ക് അന്തസ്സോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നല്ല രീതിയിലുള്ള പ്ലാനിങ് റെഡിയാക്കേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ട കൂടുതൽ അഡ്വൈസിനും കൂടുതൽ ഇൻഫർമേഷനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് അംഗമാകാവുന്നതാണ്. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് അംഗമാകാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ അറിവോടുകൂടിയുള്ള വീഡിയോയുമായി കാണുന്നതിൽ ടേക്ക് കെയർ.